ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ കഴിഞ്ഞവരാണോ? എങ്കിൽ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിലേക്ക് ഇനി ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു പ്രൊജക്റ്റാണ് സൗദി ഫിഫ 2034. ഞാൻ അഖിലേഷ് കുമാർ സി, ഫോർമർ സീനിയർ എഞ്ചിനീയർ, ഖത്തർ ഫിഫ 2022. അപ്പൊ നമുക്ക് ഈ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ധാരാളമാണ് ഈ ഒരു പ്രൊജക്റ്റിലൂടെ വരുന്നത്. ഖത്തർ ഫിഫ പ്രൊജക്റ്റിൽ നമ്മൾ 8 സ്റ്റേഡിയം ആണെങ്കിൽ സൗദി ഫിഫ പ്രൊജക്റ്റിൽ 15 സ്റ്റേഡിയം ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിനകത്ത് 11 ന്യൂ സ്റ്റേഡിയം ആണ്, 4 സ്റ്റേഡിയംസ് റിനോവേഷൻ ആണ് വരുന്നത്. സൗദി ഫിഫ പ്രൊജക്ടിന്റെ മെയിൻ സ്റ്റേഡിയം കിങ് സൽമാൻ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി 92,000 ആണ്. നമ്മുടെ ഖത്തറിലെ ലുസൈൽ മെയിൻ സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി 85,000 സീറ്റിംഗ് കപ്പാസിറ്റി ആയിരുന്നു. എന്റെ കയ്യിലിരിക്കുന്ന ഈ ഡ്രോയിങ് ലുസൈൽ മെയിൻ സ്റ്റേഡിയത്തിന്റെ ഇൻഫ്ര പ്രൊജക്ടിന്റെ ഡ്രോയിങ്സ് ആണ്, MEP ഡ്രോയിങ്സ് ആണ്. ഇതിനകത്ത് നമുക്ക് പ്ലംബിങ്, ഫയർ, ഇലക്ട്രിക്കൽ, ഡിസ്ട്രിക്ട് കൂളിംഗ് സിസ്റ്റം ആണ്, എയർ കണ്ടീഷൻ സിസ്റ്റം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം ലേ ഔട്ട് ഡ്രോയിങ്സ് ആണ് ഈ കാണുന്നത്. അതുപോലെ ഇത് ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഹെൽമെറ്റ് ആണ്. സൗദി ബില്ലാദൻ ഗ്രൂപ്പിന്റെ എംബ്ലം ആണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. ഞാൻ വർക്ക് ചെയ്ത പ്രൊജക്ടിന്റെ ഡ്രോയിങ്സും സ്റ്റാൻഡേർഡ്സും എല്ലാം വെച്ചിട്ടുള്ള ട്രെയിനിങ് നമ്മളിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ട്രെയിനിങ് ഫെസിലിറ്റീസിനൊക്കെ ആയിട്ടുള്ള പുതിയ പ്രൊജക്ടുകൾ വരുന്നത്, അക്കോമഡേഷൻ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഫെസിലിറ്റീസും ഹോട്ടൽ പ്രൊജക്ടുകളും, ഏതൊക്കെ കമ്പനീസിലാണ് പ്രൊജക്ടുകൾ കിട്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്യുകയാണ്. നമുക്ക് വേൾഡ് കപ്പ് ഫുട്ബോൾ 2034 ആയതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ പ്രിപ്പയർ ചെയ്യണോ എന്നായിരിക്കും പലരും വിചാരിക്കുന്നത്. പക്ഷേ കൺസ്ട്രക്ഷൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. പല പ്രൊജക്ടുകളും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു.